അതല്ലേ ഇത്. എങ്ങനെയുണ്ട്? അവർ കുറവുണ്ടോ? കുഴപ്പമില്ല കേട്ടോ, അങ്ങനെ ഇരിക്കുന്നു. റെസ്റ്റ് എടുക്കുന്നുണ്ട്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഓക്കെ വരുന്നുണ്ട്. ആ അതെ അതെ, എൻ്റെ അവിടെ സംഭവങ്ങളോ. ഏട്ടാ ഇന്നലെ എവിടെ കിടന്നു? ഒന്നും പറയണ്ട, ഞാൻ പെട്രോൾ പമ്പിൽ കയറി കിടന്നു. അവിടെ കിടക്കാൻ പറ്റുമോ? ആ അവിടെ വണ്ടി ഒതുക്കിട്ട് വണ്ടിക്കകത്ത് കിടന്ന് AC ഇട്ട് കിടന്ന് ഉറങ്ങി. അതല്ല നമ്മൾ രാത്രി വണ്ടി ഓടിച്ചു വന്നാലേ അതും പ്രശ്നമാണ്. ആ വെറുതെ എന്തെല്ലാം അപകടം നടക്കും. അപ്പൊ എന്തായാലും സന്തോഷമായല്ലോ. സന്തോഷം. ഇന്നലെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഏട്ടാ? മീറ്റിംഗ് അടിപൊളിയായിരുന്നു. ഏറ്റവും വലിയ കോമഡി ചാമാര് ചോദിക്കാണ്, നീ എന്താ അതിനെ കൊണ്ടുവരാത്തെന്ന്. സാധാരണ കല്യാണമാണെങ്കിലും കണ്ണാക്കാണെങ്കിലും എവിടെ പോണെങ്കിലും നിന്നെ കൊണ്ടല്ലേ പോണത്. അപ്പൊ ഞാൻ പറഞ്ഞു അവളുടെ സഹോദരൻ വയ്യാതെ കിടക്കുകയാണ്, അപ്പൊ അവനെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ വന്നേനെന്ന് പറഞ്ഞു. ഇവർക്കൊക്കെ അസൂയാണ് കേട്ടാ. താത്തി കാണട്ടെ വണ്ടിക്കകത്ത്. കുഴപ്പമുണ്ട്, നല്ലത് കണ്ടോട്ട് ഇത്ര നേരം കാണായിരുന്നല്ലേ. ഇവർക്കൊക്കെ അസൂയാണ് കേട്ടാ, നമ്മളിങ്ങനെ സന്തോഷത്തോടെ പോകുമ്പോഴേ. അവന്മാരല്ല എന്നും അടിയും മകളാണല്ലേ. അസൂയ കൂടി നമ്മളിനി അടുത്ത വഴക്കമല്ല ആവോ. നമ്മളിതുവരെ വഴക്ക് കൂട്ടിട്ടല്ലോ. ഇന്നലെ സ്മൃതിയും പറഞ്ഞു കേട്ടാ, നമ്മൾ വെയിറ്റ് ഫോർ ഈച്ച് അതറാണ്. സത്യത്തിൽ ഞാൻ പേടിച്ചിരിക്കുകയായിരുന്നു, കാരണം ഇന്നലെ വരാന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല ആദ്യം. എന്നിട്ട് വരൂലെന്ന് വിളിച്ചു പറയാൻ സ്വാഭാവികമായിട്ട് എല്ലാ പെണ്ണുങ്ങളും വഴക്കുണ്ടാക്കും. എന്തിന് ഞാൻ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കും എന്റെ ഏട്ടന്റെ അടുത്ത്. എനിക്കറിയാം. നിനക്ക് ഇഷ്ടമുള്ള ബർഗർ വാങ്ങിയിട്ടുണ്ട്. ബർഗർ എനിക്ക് വേണ്ട. വേണ്ടാത്തുണ്ട്. ഇത്ര നേരം കുഴപ്പമില്ലായിരുന്നല്ലോ. എനിക്ക് വേണ്ട, ഇതെടുത്ത് മാറ്റം അങ്ങോട്ട്. നോക്ക്, നിനക്ക് ഇഷ്ടമുള്ള ബർഗറാണിത്. ഞാൻ പഠിച്ചു തരാം. എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ട. ഏട്ടൻ കഴിച്ചോ? നമുക്ക് രണ്ടോടെ കഴിക്കാനല്ലേ വാങ്ങിയത്. എനിക്ക് വേണ്ട. ഇപ്പൊ എന്താ പ്രശ്നം? എന്താണിപ്പോ എന്താണ് ഈ പ്രശ്നം? വേറെ വല്ലതും മേടിക്കണോ കഴിക്കാൻ? എനിക്കൊന്നും വേണ്ട ഏട്ടാ, ഒന്ന് വണ്ടി എടുത്തു. എനിക്ക് വേണ്ട. കാര്യം പറഞ്ഞേ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഏട്ടന് ഇപ്പൊ വണ്ടി എടുക്കാൻ പറ്റുമോ? എന്തിനാ ഒരു കാരണം വേണ്ടേ? ഇപ്പൊ നമ്മൾ ചിരിച്ച് കളിച്ചിരിക്കുകയല്ലായിരുന്നാ. ഞാൻ ഇനിയിപ്പോ ഇന്നലെ രാത്രി വരാത്തണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്. അതിനിപ്പോ എത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മള് കാര്യം പറഞ്ഞ് തീരുകയും ചെയ്തു. പിന്നെ എന്ത് പ്രശ്നം ഇപ്പൊ? കാര്യം പറ. ഇപ്പൊ എന്ത് പ്രശ്നം? നീ കാര്യം പറ. ഇതാരുടെ മാസ്ക്? ഏട്ടൻ അറിഞ്ഞൂടെ ഇതാരുടെ മാസ്ക്? ഏട്ടൻ അറിയാതെ പിന്നെ എങ്ങനെ ഇത് വണ്ടിക്കകത്ത് വന്നത്? ആരുടെങ്കിലും മാസ്ക് എന്ന് പറയാം. എല്ലാരും കയറി ഇറങ്ങി കൂടെ നടക്കുന്നതല്ലല്ലോ. ഇത് ഏട്ടന്റെ വണ്ടിയല്ലേ. ഏട്ടൻ അറിയാതെ ആരും വണ്ടി കയറത്തില്ലല്ലോ. എനിക്കറിയാം. നീ കളയത് മാസ്ക് ആരെങ്കിലും ഉപയോഗിച്ച് മാസ്ക് എടുത്ത് കൈവച്ചിരിക്കാതെ കളയത്. ഇതാരുടെ മാസ്ക്? ഇനി എനിക്കെങ്ങനെ അറിയാത്? ഇനിയിപ്പോ ഇന്നലെ മീറ്റിംഗ് ഇടയിലെ ആരെങ്കിലും കയറിയായിരിക്കും അത്. ഇത് പെണ്ണുങ്ങളുടെ മാസ്ക് ആണ്. അങ്ങനെയൊക്കെ ഉണ്ട്. പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേക മാസ്ക്. ലിപ്സ്റ്റിക്
എങ്ങനെ വന്നത് ലിപ്സ്റ്റിക്? നിങ്ങളെ നാട്ടിലെ കാണുങ്ങളാണോ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് നടക്കുന്നത്? അറിയാൻ വയ്യ. ഏട്ട എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? സാധാരണ എപ്പോഴും മീറ്റിങ്ങിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകാറുണ്ട് ഉണ്ടല്ലോ. ഇപ്രാവശ്യം എന്നെ കൊണ്ടുപോയില്ല. ചേട്ടന്റെ വീട്ടിൽ പോണം അതാണ് കാരണം. ഞാൻ 5 മിനിറ്റ് ഏട്ടന്റെ അവിടെ കയറിയിട്ട് ഇറങ്ങി വരുമായിരുന്നല്ലോ. ഏട്ടൻ എങ്ങനെയെങ്കിലും എന്നെ അവിടെ നിർത്തിപ്പിച്ചിട്ട് ഏട്ടൻ കറങ്ങുമായിരുന്നു ഏവളുമായിട്ട്. അയ്യോ നീ എന്താ പറഞ്ഞത്? അതിനെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ആവശ്യമില്ലാത്ത ആളുകൾ ബാക്ക് കിടന്ന് വണ്ടി എവിടെ കൊണ്ട് കയറി ഞാൻ പറയുന്നുണ്ട്. ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയിട്ട് ഭ്രാന്താണ് എനിക്ക്. ആവശ്യമില്ലാത്ത കാര്യമാണ് പറഞ്ഞുണ്ടാക്കിയത്. പിന്നെ ഞാൻ കണ്ട പിടകളെ പിടിച്ച് വണ്ടി കയറുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് വന്നത്? എനിക്ക് അറിഞ്ഞൂടാ. വണ്ടി നിർത്ത്. വണ്ടി നിർത്താനായിരുന്നാണ്. വണ്ടി നിർത്താൻ പറ്റോ ഇല്ലേ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഇറങ്ങി ചാട്ടാ? ഞാൻ നിർത്താൻ നിനക്കിപ്പോ എന്ത്? വണ്ടി നിർത്തിട്ട് വീട്ടിൽ പോണ്ടേ? വണ്ടി നിർത്ത്. എനിക്ക് ഏട്ടൻ്റെ കൂടെ ഇരിക്കാൻ തന്നെ നാണക്കേടാണ്. ഏട്ടൻ വണ്ടി നിർത്ത്. എന്നിട്ട് നീ എന്ത് ചെയ്യാൻ പോണു? ഞാൻ എഴുന്നേറ്റ് ബാക്കിൽ പോയി ഇരിക്കാൻ പോകുന്നു. ഇവിടെ എന്താ കുഴപ്പം നിനക്ക്? എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. ഇവിടെ ഇരിക്കാൻ വേറെ പെമ്പിള്ളേരുണ്ടല്ലോ. പിന്നെ ഞാൻ എന്തിനാണ് ഇരിക്കുന്നത് ഇവിടെ? ഏട്ടൻ വണ്ടി നിർത്താൻ. നിർത്താം നിശ്ചയമാരി നിർത്താം. നിങ്ങളുടെ ഫോണല്ല, എന്റെ ഫോണ്. ആ മോളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണോ? ഇപ്പൊ അച്ഛനെയൊക്കെ വിളിയൊന്നുമില്ല, മറന്ന അച്ഛനല്ലേ? എന്തു പറ്റി മോളെ? എനിക്ക് ജീവിതം വേണ്ട, മടുത്ത്. മോളെ നീ കാര്യം പറ. എനിക്കിനി ചതിയന്റെ കൂടെ ജീവിക്കാൻ വയ്യ. എന്താ പറ്റിയെന്ന് കാര്യം പറ. അച്ഛനില്ലേ, അച്ഛനോട് നീ പറ. എന്താണ് എന്തോ മനുഷ്യ? എന്റെ അമ്മ നീ അവളെ അറിയിക്കണ്ട. അതെ, ഞങ്ങള് സ്ത്രീകൾക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ വനിതാ കമ്മീഷനിൽ പോയിട്ട് പറഞ്ഞാൽ മതിയെന്നാ. അവരെല്ലാം പെട്ടെന്ന് അങ്ങ് ശരിയായി തരും കേട്ടോ. നീ നിന്റെ കാര്യം കൂടി ഇതെനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. നമുക്ക് വേറെ ആരെങ്കിലും നോക്കാം അച്ഛ. ഇപ്പൊ തന്നെ റെഡിയാവും. നമുക്ക് കോടതി പോവാം. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. മോൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട മോളെ, അച്ഛനുണ്ടല്ലോ, നീ സമാധാനപ്പെട്. ഇങ്ങനെ വേറെ ബന്ധമുണ്ട് അച്ഛ. എല്ലാം ഞാൻ കൈയോടെ പൊക്കി. എനിക്കിനി ഒരു നിമിഷം ജീവിക്കണ്ട. നീ ഫോൺ അവന്റെ കൊടു. ഫോൺ അവന്റെ കൊടു. നീ കൊടുക്ക അച്ഛ. പിടിക്കാൻ. ഹലോ. ആ മാമ. മോനെ ഹെർക്കുലീസേ, ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ്. അതിലൊരു പോറൽ വീണാൽ തീർന്നു. അത് വരാതിരിക്കാൻ നോക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്തമാണ്. തന്നെയുമല്ല, ഇതിനൊക്കെ മുൻകൈ എടുക്കേണ്ടത് നമ്മൾ ആണുങ്ങളാണ്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായാൽ വേറെ നോക്കരുത്. അതൊക്കെ മാനക്കേടാണ്. ഇത് നാട്ടാരറിഞ്ഞാലോ അവരെന്ത് വിചാരിക്കും? അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, ആണുങ്ങളാകുമ്പോൾ ഇത് ചിറ്റിക്കളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഭാര്യമാരെ ഒളിപ്പിക്കേണ്ട ചുമതലയോടെ നിങ്ങൾക്കുണ്ട്. അത് മറന്നുപോയി. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ കുടുംബത്തിലുണ്ടായാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ച് അത് ഒത്തീർപ്പാക്കി രമ്യതയോടെ പോകാൻ നോക്കണം. എന്നൊക്കെ ഞാൻ പറയുമെന്ന് നീ കരുതെങ്കിൽ നിനക്ക് തെറ്റി. എടാ കള്ള ഹെർക്കുലീസ് മോനെ, എടാ ഇതൊക്കെ പറയുമായിരുന്നു ഒരാഴ്ചക്ക് മുമ്പ്. ഇപ്പൊ അപ്പോളെ പറയില്ല. ഇപ്പൊ കേരളം പഴയ കേരളമല്ല, അപ്പോളെയും പഴയ അപ്പോളയല്ല. പാവപ്പെട്ട തന്തമാരും തള്ളമാരും കഷ്ടപ്പെട്ട് മക്കളെ കെട്ടിച്ചയക്കുന്നത് സുഖമായിട്ട് ജീവിക്കാനാണ്. നീയൊക്കെ കൊണ്ടുപോയി എന്താ ചെയ്യുന്നത്? അവരെ പാമ്പിനെ കൊണ്ട് കുത്തിച്ചു കൊല്ലുകയും അവരെ ബാത്റൂമിൽ കെട്ടിത്തൂക്കുകയും ചെയ്യുന്നു. സത്യത്തിൽ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്ക് എടാ, നിനക്ക് എന്റെ മോളെ വേണ്ടെങ്കിൽ നീ എന്റെ മോളെ തിരിച്ചുണ്ടാക്കും. ഇല്ലെങ്കിൽ പോടാറങ്ങി നീ റാസ്കൽ.
ഹലോ ആ ഹലോ പുലിസ്. ആ പറടാ. ആ അളിയാ, പിന്നെ ഓ ഞാൻ വിളിച്ചതേ ഇന്നലെ ഒരു അബദ്ധം പറ്റിപ്പോയടാ. എന്താ? നിന്റെ വണ്ടിയിൽ ഞാൻ വന്ന് കയറിയിട്ട് ആ വെള്ളം കുടിച്ചില്ലേ, ഉം. ആ സമയത്ത് എന്റെ മാസ്ക് അതിന്റെ അകത്തായി പോയി. നമ്മളെ പെണ്ണും പിള്ളേരെ മാസ്ക് ആയിരുന്നു. പെണ്ണും പിള്ളേരെ മാസ്ക് ആയിരുന്നു. ആ. അവക്ക് സാരിക്കോ ബ്ലൗസിന് ചേരുന്ന ഏതോ കളറെന്നും പറഞ്ഞ് അവളെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. അപ്പൊ അത് നീ ഒന്ന് നോക്കിയെടുത്ത് വെച്ചേക്കൂ. ഈ കറുത്ത മാസ്ക് ആണ്? ആ അതെ അതെ അതെ, കറുത്ത മാസ്ക് തന്നെ. അതുണ്ടോ നിന്റെ കയ്യിലുണ്ടാ? ഉണ്ട്. എത്ര നാളായി കണ്ടിട്ട്. അതല്ലേ ഞാന് എറണാകുളത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോണ വഴിക്ക് പോയി കഴിഞ്ഞ് വരുന്ന വഴി ടയർഡായി പോയി. പിന്നെ കുറച്ച് ഉറങ്ങിട്ട് പോകാന്ന് വെച്ചു. വീട്ടിലോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമല്ലേ, 3-4 കിലോമീറ്റർ ഇല്ലേ? ഓ എന്ത്? അത് കുഴപ്പമില്ല. ഇനി വേറെ ദിവസം വരാം. നല്ല മീനൊക്കെ ഉണ്ട്. ഓ വേറെ ദിവസം വരാം. വേറെ ദിവസം വരാം. എന്ത് വെള്ളം ചെന്ന് ഇത് വെള്ളം കുടിച്ചില്ലേ? ഓ മാമ ടൗസർ കണ്ടിച്ച്, ഓ മാമ ടൗസർ റൗണ്ടിച്ച്, മാമ ടൗസർ റൗണ്ടിച്ച്, ആമ ടൗസർ കണ്ടിച്ച്. എന്ത് നോക്കണേ? എന്തിന്? കണ്ടമാരെ പിടിച്ച് വണ്ടി കയറ്റി ആലോചിക്കണമായിരുന്നു. നിർത്താൻ. ആമ ടൗസർ കണ്ടിച്ച്. അതല്ലേ ഇത്